ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുള്ള ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കുക്കറിലേക്ക് തട്ടി 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇതിൻ്റെ വെള്ളം കാണുന്നത് അതിൻ്റെ കൊഴുപ്പാണ്, അത് നല്ലതാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. മൂന്ന് വറ്റലുളവ് പിച്ചിട്ട് കൊടുക്കാം. ചതച്ച് വെച്ച 2 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം, പെട്ടെന്ന് കരിയും. 3 സവാള കനം കുറഞ്ഞ് അരിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 5 ഏലക്ക ചതച്ചത് തട്ടി കൊടുക്കാം. 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല വഴണ്ട് വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത് നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തു. ഇതെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് തട്ടി കൊടുക്കാം. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് മസാല പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കാം.